കുഴിമന്തിയുടെ മുമ്പിൽ ശ്രീകൃഷ്ണൻ ഇരിക്കുന്ന ചിത്രം, അതുപോലെ തന്നെ ഷവായി ചിക്കൻ്റെ മുമ്പിൽ ശ്രീകൃഷ്ണൻ ഇരിക്കുന്ന ചിത്രം, ഇത് രണ്ടുമാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ വിവാദങ്ങൾക്ക് ആധാരമായിരിക്കുന്നത്. വിഷുവിൻ്റെ സമയത്ത് ഇതര സമുദായത്തിൽപ്പെട്ട കച്ചവടക്കാർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വിവാദങ്ങളുടെ കാഠിന്യവും ഒക്കെ ആഴവും ഒക്കെ കൂടും എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. എന്തു തന്നെയായാലും കച്ചവടം നടത്തുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കച്ചവടം മതത്തിനതീതമായ ഒരു സങ്കല്പമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാ കച്ചവടക്കാർക്കും ഏത് മതത്തിലുള്ള ആളെയും അവരുടെ കച്ചവടത്തിന് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബോധപൂർവം മറ്റൊരു മതവിഭാഗത്തിൻ്റെ വിശ്വാസങ്ങളെ കുത്തിനോവിക്കുക, അല്ലെങ്കിൽ ഒരു ലഹളയുണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു വിവാദമുണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവർ അത് ചെയ്തിരിക്കും എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നില്ല. മറിച്ച് ഒരു ശ്രദ്ധക്കുറവ് അതിനകത്തുണ്ടായിട്ടുണ്ട്. ആ ശ്രദ്ധക്കുറവ് ഉണ്ടാവുന്നതിൻ്റെ കാരണത്തിലേക്ക് തന്നെയാണ് എൻ്റെ ഒരു സംശയം നീളുന്നത്. അതായത് ഈ രണ്ട് ചിത്രങ്ങളും പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കുന്നത് ഈ രണ്ട് ചിത്രങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി വികസിപ്പിച്ചെടുത്ത ചിത്രങ്ങളാണ്. ChatGPT ജെമിനിയോ ക്ലോഡോ എന്തെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിവൈസ് വഴി വികസിപ്പിച്ചെടുത്ത ഒരു ചിത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രങ്ങൾ വികസിപ്പിച്ചെടുത്ത് ChatGPTക്കോ അല്ലെങ്കിൽ ക്ലോഡിനോ ജെമിനിക്കോ ഒക്കെ കൊടുക്കുന്ന പ്രോംപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചിത്രം വികസിപ്പിച്ച് അത് ഇവർക്ക് നൽകുകയും ഇവരതിനെ പൂർണ്ണമായി വിശ്വസിച്ച് പരസ്യം ചെയ്യുകയാണ് ഉണ്ടായിട്ടുണ്ടാകാനുള്ള സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിത്രത്തിലൂടെ നമ്മളിലേക്ക് കൈമാറുന്ന ഒരു ബോധം, അതായത് ധാർമ്മികത, അല്ലെങ്കിൽ അതിൻ്റെ സമൂഹത്തിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ചുള്ള ഒരു ചട്ടക്കൂട്, അത് മറ്റൊരാളോട് കൺസൾട്ട് ചെയ്ത് അതിലെ ശരിതെറ്റ് നിർണ്ണയിക്കുന്നതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഈ കച്ചവടക്കാർക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അതിലുപരിയായിട്ട് ഇത് ChatGPT തന്നതാണല്ലോ, ChatGPTക്ക് നമ്മുടെ സാംസ്കാരിക വൈവിധ്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടല്ലോ എന്നൊക്കെ ആന്തരികമായിട്ട്, പ്രത്യക്ഷത്തിലല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ പോലും ഇവർക്കൊരു തോന്നൽ, ഒരു രൂഢമൂലമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നിരിക്കാം. അത്തരത്തിലുള്ളൊരു വിശ്വാസമാണ് ഇത് മറ്റാരോടും കൺസൾട്ട് ചെയ്യുന്നതിന് മുൻപായിട്ടോ അതിലുപരി സ്വയം ഒന്ന് വിചിന്തനം ചെയ്യുന്നതിന് മുൻപോ ഇത് പരസ്യപ്പെടുത്തുന്നതിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. യഥാർത്ഥത്തിൽ പ്രശ്നം മതനിന്ദ ബോധപൂർവം ഉണ്ടാക്കുകയോ ലഹള ഉണ്ടാക്കുകയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുൻപോട്ട് വയ്ക്കുന്ന മൂല്യവ്യവസ്ഥയെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന, അതിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഉദയം, അതിൻ്റെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെ നമ്മുടെ ധാർമ്മിക ചട്ടക്കൂടിലേക്ക് നമ്മൾക്ക് വിശ്വാസം പകരുന്ന രീതിയിൽ, നമ്മുടെ വിശ്വാസങ്ങളുടെ വേരുറപ്പിക്കുന്ന രീതിയിൽ, എന്നെ വിശ്വസിച്ചുകൊള്ളൂ, ഞാൻ തന്നുകൊള്ളാം എന്നുള്ള രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുൻപോട്ട് വരുന്നു. അതിനെ വിശ്വസിച്ച് ആൾക്കാർ പരസ്യം ചെയ്യുന്നു. ഈ ഒരു വലിയ ഘടകം ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇനിയും ഇതിൻ്റെ പല ഡൈമെൻഷൻസും, പല തലങ്ങളും, ഇതിപ്പോൾ മതപരമായ പ്രശ്നമാണ്, ഇതിൻ്റെ പല തലങ്ങളിലേക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ധാർമ്മിക മൂല്യവ്യവസ്ഥയിൽ വളരെ ഉദാത്തമായ വിശ്വാസം നമ്മിൽ ഊട്ടിയുറപ്പിക്കുന്ന പല സംഭവങ്ങളും ഇതുപോലെ ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.